ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നലെയായിരുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇന്നലത്തെ ആ ഒരു വീഡിയോ. നമ്മൾ ഫൈനാൻഷ്യലി എങ്ങനെയാണ് ഉയരുന്നത്, അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ വേ ആണ് കുറേ പേര് ചോദിക്കുന്നത്. നമ്മൾ മലയാളീസിൻ്റെയും എല്ലാവരുടെയും ഒരു പ്രത്യേകതയുണ്ട്, മാക്സിമം എല്ലാ കാര്യങ്ങളും കുറച്ച് എളുപ്പത്തിൽ അറിയാനായിട്ട് അവർ നിൽക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ സാധ്യമാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊന്നും ഉൾക്കൊള്ളിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ആദ്യം ഇവിടെ പറഞ്ഞ ശേഷം മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഒരു സാലറി, അതായത് ഏകദേശം ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിലും ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും നമ്മുടെ ഒരു മിനിമം സാലറി നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു മിനിമം സാലറി അറിയാം. പക്ഷേ വേറൊരാൾ നമ്മളോട് ഒരു സാലറി ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി പറയാറുണ്ട്. ബിക്കോസ് നമ്മൾ ആ ഒരു ജാടയിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടൊന്ന് കൂട്ടി പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു സാലറി 25,000 ആണെന്ന് ഇരിക്കട്ടെ. സോ അപ്പോൾ ഞാൻ വേറൊരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൂട്ടി പറയാറുണ്ട്. സോ അങ്ങനെ കൂട്ടി പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് 30,000 ആണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ കറക്റ്റായിട്ട് ഞാൻ കറക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് 30,000. ബിക്കോസ് 30,000 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു കൂടിയ എമൗണ്ട് ആണ്. അപ്പോൾ ആ 30,000 ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ആ ഒരു എമൗണ്ട് ഉറച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉറച്ചിട്ടുള്ള ഒരു എമൗണ്ടിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയാണ്, നിങ്ങൾക്കൊരു മാസ വരുമാനം എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആ വരുമാനം, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയാറുണ്ട്, ഓവറായിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ഒരു ലിമിറ്റ് വെച്ച് ആഗ്രഹിക്കുക. ആദ്യം നമ്മൾ ചെറിയ കല്ലെടുക്കുക, പിന്നെ കുറച്ചും കൂടെ വലിയ കല്ലെടുക്കുക, പിന്നെ അതിനുശേഷം ഏറ്റവും വലിയ കല്ലെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലർ പറയാറുണ്ട്, നമ്മൾ ആദ്യം വലിയ കല്ലെടുത്ത് കഴിഞ്ഞാൽ ചെറിയ കല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുഞ്ഞു കല്ല് എടുക്കുക. അതായത് കുഞ്ഞു എമൗണ്ട് നമ്മൾ പിടിച്ച് കയറുക. അതിനുശേഷം നമ്മൾ വലിയ എമൗണ്ടിലേക്ക് കയറുക. ബിക്കോസ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് കാലിബർ ഉണ്ടായിരിക്കണം, അതിനനുസരിച്ചുള്ള ടാലൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം, നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്യണം. പക്ഷേ ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ ഒരു ഇതുപോലും നമുക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല. അതായത് കണ്ടിന്യൂസ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരുടെ ഒരു ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യും. സോ അപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മൈൻഡ് ഒന്ന് കുറേ ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്യുന്നല്ലോ, സോ അപ്പം ഞാൻ ഇതങ്ങ് നിർത്താം, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ 5 ദിവസം നമ്മൾ നേരെ ഇങ്ങനെ ബോർഡിലും നമ്മുടെ വാളിലും ഒക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കാറുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ എഴുതുന്നത്, അത് നമ്മൾ മോട്ടിവേഷണൽ കോട്ട്സ് ആയിരിക്കും ഫസ്റ്റ് എഴുതി വെക്കുന്നത്. സെക്കൻഡ് തിങ് എഴുതുന്നത് നമ്മൾ ഇത്ര മണി ഏൺ ചെയ്യണം എന്ന് എഴുതിയിട്ട് ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് നമ്മുടെ ആ ബാക്ക് ടു ലൈഫ്, നേരെ നമ്മുടെ പഴയ ജീവിതത്തിലോട്ട് നമ്മൾ കയറി വരികയാണ്. അപ്പോൾ അങ്ങനെ പഴയ ജീവിതത്തിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അതായത് അവിടെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കുറേ നഷ്ടങ്ങളുണ്ട്, അതിൻ്റെ ഇരട്ടി നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്ര ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത്, കുറച്ചൊന്ന് ബാക്കിലോട്ട് പോകരുത്. നമ്മൾ എത്ര ഡിഫിക്കൽട്ടീസ് വരുന്നോ അതിനനുസരിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് പോകരുത്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ബാക്കിലോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ മൂവ് ഓൺ ചെയ്ത് പോവുക. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ലെസൺ. സോ അപ്പോൾ ഇവിടെയും നമുക്ക് വാട്ടർ മാനിഫെസ്റ്റേഷനിൽ പറയുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വിത്ത് പ്രൂഫും കൂടെ ചേർത്തിട്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്തിരുന്നത്. എന്തായിരുന്നു ആഡ് ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് വാട്ടറിൻ്റെ ഘടന, വെള്ളത്തിൻ്റെ ഘടനയെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോൾ അങ്ങനത്തെ വെള്ളത്തിൻ്റെ ഒരു ഘടനയിൽ നമുക്ക് ഏകദേശം നമുക്ക് മെമ്മറി പവറിനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ അത്രത്തോളം കഴിവുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ജലം എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് ജലം അമൂല്യമാണ്. അപ്പോൾ ആ ഒരു ജലം നമ്മൾ അത്രത്തോളം, നമുക്ക് ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, വായു ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല.
ഈ രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്നൊരു നിമിഷം നമുക്ക് സ്പോട്ടിൽ വെള്ളം കിട്ടാതെ വന്നു എന്ന് വിചാരിക്കുക, പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? തൊണ്ടയൊക്കെ വരണ്ട് നമ്മൾ ഡെഡായി പോകും ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫൈനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റിയും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന കാര്യം. അതായത് ഞാനിപ്പോൾ പറഞ്ഞ് കുറേ നിങ്ങൾക്കിപ്പം ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ബോറിംഗ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറിംഗ് ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ കുറേ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതായത് കുറച്ച് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മൾ 1 മുതൽ 10 വരെ പഠിച്ചില്ലേ, 10 കഴിഞ്ഞും തുടർന്ന് നമ്മൾ പഠിക്കുന്നില്ലേ, നമ്മൾ ജയിക്കുന്നില്ലേ? നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ പല സബ്ജക്റ്റും എടുത്ത് പൊക്കി നമ്മൾ ജയിക്കുന്നില്ലേ? 10 സബ്ജക്റ്റ് നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്രയും സബ്ജക്റ്റ് പഠിച്ച് ഞാൻ ഇത്രയും മാർക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ഈസി ആയിട്ട് നേടാൻ പറ്റും. അപ്പോൾ നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ലൈഫിൽ. ആ നേടിയെടുക്കലിലൂടെയാണ് നമുക്ക് പല സക്സസ്സും ലൈഫിൽ കിട്ടുന്നത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സെക്കൻഡ് തിങ് ആയിട്ട് പറയുന്നത്. സോ നമുക്ക് നമ്മുടേതായിട്ടൊരു ആത്മവിശ്വാസമുണ്ട്. ഒരിക്കലും ആ ഒരു ആത്മവിശ്വാസം മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ അടിയറ വെക്കരുത് എന്ന് പറയാറുണ്ട്. സോ നമ്മൾ എന്താണ് മറ്റാരെയും മൈൻഡ് ചെയ്യരുത്, നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ പല ആൾക്കാരും നമ്മളെ കുറ്റം പറയാനുണ്ടായിരിക്കും. നമ്മൾ ആ കുറ്റം പറയുന്നതിനെ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യുക. നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസിനാണെങ്കിലും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, കുറേ നാളായല്ലോ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്, വല്ല പണിയൊന്നുമില്ലേ? എൻ്റെ പണി ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. സോ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള റെസ്പോണ്ട് വരുമ്പോൾ മാക്സിമം പ്രതികരിക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള ഡ്രീംസ് എന്നിവയാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ അപ്പോൾ അങ്ങനെയുള്ള ഡ്രീംസിൽ വേറെ കുറേ ആൾക്കാർ കയറി കൈ കടത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മൂവ് ഓൺ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിലൂടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സെക്കൻഡ് ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ട്രിക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതാണല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഗ്ലാസ് ഇല്ലാത്ത വീടൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഗ്ലാസ് കാണും. ഇതൊരു ഗ്ലാസ്, അതുപോലെ തന്നെ അഡീഷണൽ ഒരു ഗ്ലാസും കൂടെ നമുക്ക് വേണം. ഈ ഒരു ഗ്ലാസ്, ഇങ്ങനെ 2 ഗ്ലാസ്സാണ് നമുക്ക് ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്, പക്ഷേ ഒരിക്കലും അല്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ട്രിക്കാണ്. അപ്പം നിങ്ങൾ വട്ടാണെന്നൊന്നും കരുതരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറയുന്നത് വാട്ടർ. അപ്പോൾ നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷനിൽ ഗ്ലാസ് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ, വാട്ടറും കൂടെ വേണം. അപ്പോൾ ഇനി ഇതിനകത്ത് വേണ്ടത് നമ്മൾ വെള്ളം, 2 ഗ്ലാസും വെള്ളവും. ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെള്ളം കുടിക്കുക. പോസിറ്റീവായിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ഇത് ചെയ്യുക. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് പോലുള്ള ഈ ഒരു മാനിഫെസ്റ്റേഷൻ രീതി ഉണ്ടല്ലോ, ഇതും നിങ്ങൾക്ക് എപ്പോഴാണ് മൈൻഡ് ഫ്രീ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രം ചെയ്യുക. അതർവൈസ് നിങ്ങളിത് ചെയ്യുന്നത് വെറും വേസ്റ്റാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ആ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ, മൂഡ് സ്വിങ്സ് അല്ലാതെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ചെയ്യുക. ഇനി ഞാനിവിടെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഷീറ്റ് പേപ്പറാണ്. ഈ പേപ്പറും നിങ്ങളുടെ വീട്ടിൽ കാണും, എന്തായാലും ഒരു പേനയും കാണും. പേനയില്ലാത്ത വീടില്ലല്ലോ. സോ എല്ലാവരുടെയും വീട്ടിൽ പേന കാണും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതേപോലെ ഒരു പേപ്പറിനകത്ത് ഞാൻ 2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 2 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 2 പേപ്പറിലും 2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം, ഇതുപോലെ ഞാനൊരു പേപ്പർ എഴുതിയിട്ട് ഈ പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കറൻറ്റ് റിയാലിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കറൻറ്റ് റിയാലിറ്റി മീൻസ് നിങ്ങൾക്കറിയാം എൻ്റെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്താണ്. അപ്പോൾ ഞാൻ ഫൈനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഏർണിങ്സ് ആണ്. അതായത് ഞാൻ ഇപ്പോൾ എന്താണ് കറൻ്റ്ലി ഏൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതാണ് എൻ്റെ കറൻറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ കറൻറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ മന്ത്ലി ഏർണിങ്സ്, ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയുകയാണ്, 25,000 ആണ് എൻ്റെ മന്ത്ലി ഏർണിങ്സ് എന്ന് വിചാരിക്കുക. ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. ഞാൻ തൽക്കാലം ഇത് ഒട്ടിക്കുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്തോട്ടൊന്ന് വെക്കുകയാണ് കേട്ടോ. ഇനി ന്യൂ റിയാലിറ്റി, ഇത് എൻ്റെ 25,000ൻ്റെ സാലറിയുടെയാണ്. 25,000. സോ ന്യൂ റിയാലിറ്റി എന്ന് പറയുന്നത് 50,000. ഇത് 25,000, ഇത് 50,000.
ന്യൂ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായിരിക്കും. ഇനി എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ റിയാലിറ്റിയിൽ നിന്നും എന്ത് റിയാലിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത്, ഇത് എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ന്യൂ റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഡ്രീം കണ്ട് ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ന്യൂ റിയാലിറ്റിയിലേക്ക് ഇടുന്നത്. സോ ഈ കറണ്ട് റിയാലിറ്റിയും ന്യൂ റിയാലിറ്റിയും ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. അതായത് രണ്ടിനും 2 ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. ഇനി ഇങ്ങനെ ഒട്ടിച്ചു വെച്ച ശേഷം ഞാൻ തൽക്കാലം ഇത് മാറ്റുവാണ്. ഞാനിത് ഗ്ലൂ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. സോ ഇതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്കും ഞാൻ കുറച്ച് വാട്ടർ ഒഴിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഈ 2 ഗ്ലാസ്സിലേക്കും ഞാൻ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ പരസ്യമായിട്ട് ആരെയും കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സീക്രട്ട് ബുക്ക് പോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് സീക്രട്ടാക്കി വെക്കുക. അതായത് മാക്സിമം എല്ലാവരെയും കാണിച്ചിട്ട് ഞാൻ ഇത് അച്ചീവ് ചെയ്യാൻ പോവുക അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും എടുക്കാതിരിക്കുക. നോർമലി കാഷ്വലി നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ 100% വർക്കിംഗ് ആണ്. ഏകദേശം ഒരു 21 ഡേയ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ മാക്സിമം 1 വീക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് നമുക്കത് മനസ്സിലാവും. ഇനി ഇത് ന്യൂ റിയാലിറ്റി ഒട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് ഞാൻ എന്താണ് കറണ്ട് റിയാലിറ്റിയിലും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് കൊണ്ട് ന്യൂ റിയാലിറ്റി ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറണ്ട് റിയാലിറ്റിയും ന്യൂ റിയാലിറ്റിയും കൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഈ ന്യൂ റിയാലിറ്റി എടുത്തിട്ട് ഞാൻ കറണ്ട് റിയാലിറ്റിയിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂ റിയാലിറ്റി എടുത്ത് ഞാൻ കറണ്ട് റിയാലിറ്റിയിലോട്ട് ഒഴിക്കുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഈ ന്യൂ റിയാലിറ്റിയും കറണ്ട് റിയാലിറ്റിയും മിക്സായിപ്പോയി. അവിടെ 2 മിക്സായി. എന്നിട്ട് ഈ വെള്ളമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡ്രിങ്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. കറണ്ട് റിയാലിറ്റിയും ന്യൂ റിയാലിറ്റിയും എടുക്കുന്നു, ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. ഈ 2 റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇനി ഇതുകൊണ്ടുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് 2 റിയാലിറ്റിയും ഞാൻ ഒരുമിച്ചാണ് കുടിച്ചത്. അപ്പോൾ നമ്മുടെ വാട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു, വാട്ടറിനൊരു പവറുണ്ട്. അതായത് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് 60% മെമ്മറി പവർ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ 2 കാര്യവും ഞാൻ എഴുതിയത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എഴുതിയത് പുറത്ത് ലേബലിലാണ്. നിങ്ങൾ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുടിക്കാനല്ല പറയുന്നത്, പുറത്ത് ഒട്ടിച്ചിട്ട് നിങ്ങൾ വെക്കാനാണ്. നിങ്ങളുടെ മൈൻഡിൽ അതൊന്ന് സ്റ്റേബിളാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഇതുകൊണ്ട് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുടിക്കരുത്. അതിങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ പേപ്പർ പുറത്ത് ലേബൽ ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ബ്രെയിനിൽ അതൊന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്സ് ചെയ്ത് കുടിക്കുന്നു. 60% മെമ്മറി പവർ ഇത് തരുന്നു. ഇത് മെമ്മറി പവർ തരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു. ആ കാര്യം തന്നെ മനസ്സിൽ അത് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഹാർഡ് വർക്ക്, നമ്മുടെ മൈൻഡ് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയും ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ എപ്പോഴും 100% എനർജി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ എന്താണ് ഡ്രീം ചെയ്യുന്നത്, ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് എത്താനായിട്ട്, ആ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ കുറേ ട്രിക്ക് ഉണ്ട്. ഇത് നമ്മളെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയുടെ മാനിഫെസ്റ്റേഷനിൽ, മണി മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് ട്രിക്കാണിത്. അതായത് ഈ വാട്ടർ വെച്ചിട്ടുള്ളത്, വാട്ടർ വെച്ച് ഈ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് ചെയ്യുന്നത്. ഇത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും ഡീറ്റെയിൽസും ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലോട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.